കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. അഴുക്കിൽ നിന്നും അഴകിലേക്ക് പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട മാതൃകയുമായി മൂവാറ്റുപുഴ നഗരസഭ. മൂവാറ്റുപുഴ പച്ചക്കറി മാർക്കറ്റിനോടും ഉണക്കമീൻ മാർക്കറ്റിനോടും ചേർന്ന് വർഷങ്ങളായി മാലിന്യം തള്ളുന്ന ഇടങ്ങൾ ശുചീകരിച്ച് വിശ്രമ കേന്ദ്രമായും ഉദ്യാനമായും മാറ്റിയെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പതിവ് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടികൾക്കപ്പുറം ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്ന വ്യത്യസ്ത ആശയവുമായി മൂവാറ്റുപുഴ നഗരസഭയുടെ അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ പച്ചക്കറി മാർക്കറ്റിനോടും ഉണക്കമീൻ മാർക്കറ്റിനോടും ചേർന്ന് വർഷങ്ങളായി മാലിന്യം തള്ളപ്പെടുകയും പലതവണ ശുചീകരിച്ചിട്ടും വീണ്ടും അഴുക്കിലേക്ക് മാറുകയും ചെയ്തിരുന്ന സ്ഥലമാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. പരിസ്ഥിതി സംരക്ഷണം വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് മാലിന്യമുക്തവും ശുചിത്വപൂർണവുമായ പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിലുമാണെന്ന ശക്തമായ സന്ദേശമാണ് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതിയിലൂടെ നഗരസഭ നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. എല്ലാ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്കും സാധാരണ ചെയ്യാറുള്ളത് ഒരു മരം വെക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആ മരത്തെ പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായി നമുക്ക് എന്ത് ചെയ്യാം, മൂവാറ്റുപുഴയുടെ നിലവിലുള്ള പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ പരിസ്ഥിതി ദിന ആഘോഷം ഒരിക്കലും വ്യത്യസ്തമാക്കണം, അത് അർത്ഥവത്താക്കണം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമുക്കറിയാം, മാർക്കറ്റിനോടനുബന്ധിച്ച ഏരിയയിൽ ഒരുപാട് മാലിന്യം തള്ളുന്നതായിട്ട് അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റിനടുത്ത് വെസ്റ്റേൺ മാർക്കറ്റിന്റെ പരിസരത്തായിട്ടുള്ള ഈ ഒരു സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഈ ഒരു സ്ഥലത്ത് ഈ കാലഘട്ടങ്ങളിലൊക്കെ മാലിന്യം വല്ലാതെ കാണുകയും ഇവിടെ പണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഭീഷണിവാസികൾ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെന്ത് നടപടി എടുക്കാം എന്നതിന്റെ കൂടി ഒരു ഉത്തരമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാക്കി ഒരു പൂന്തോട്ടം സഹിതം ഒരു ഉദ്യാനം സഹിതം നിർമ്മിച്ച് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്നൊരു ക്യാപ്ഷനിലൂടെ ഡംപ് ടു ഡിലൈറ്റ് ആ ഒരു സന്ദേശം മനുഷ്യത്തിലേക്ക് പകർന്നു നൽകാൻ കൂടിയാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം എന്ന് സംഘടിപ്പിച്ചിരുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശം പൂർണ്ണമായും ശുചീകരിച്ച് മനോഹരമായ വിശ്രമ കേന്ദ്രമായും ഉദ്യാനമായും മാറ്റിയെടുത്തു. വിശ്രമത്തിനു വേണ്ടിയുള്ള ബെഞ്ചുകൾ ശനിയാഴ്ച സ്ഥാപിക്കും. മാലിന്യം തള്ളപ്പെടുന്ന ഇടങ്ങളെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിലൂടെ സാമൂഹിക ബോധവൽക്കരണവും ശുചിത്വ സംസ്കാരവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. വൈസ് ചെയർപേഴ്സൺ അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത പി, CM ഷുക്കൂർ, കൗൺസിലർമാരായ ദീപ്തി വിപിൻ, KK സുബേർ, നഗരസഭയിലെ കണ്ടീജന്റ് ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും നടന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ 3ാം ഘട്ടത്തിനും ഇതോടനുബന്ധിച്ച് തുടക്കമായി. വിശ്രമ കേന്ദ്രത്തിന് ആവശ്യമായ കസേരകൾ സജീവ് മാത്യു ആൻഡ് കമ്പനിയുടെയും രാജേഷ് മാത്യു ആൻഡ് കമ്പനിയുടെയും സംഭാവനയായി ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.